എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇത് നമ്മൾ ഒരു സിമ്പിൾ ബ്രഷ് സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതായത് വളരെ ഫാസ്റ്റായിട്ടൊരു പെയിൻറ്റിങ് ചെയ്യാവുന്ന രീതിയാണ്. അതായത് ഈ പെയിൻറ്റിങ്ങിൻ്റെ ശരിയായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പലരും പടം വരയ്ക്കാനായിട്ട് കാണും. അപ്പോൾ അത് ഓവർ സീരിയസ് ആകുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് കിട്ടിയില്ല എന്ന് വരാം. കാരണം നമുക്ക് ബിഗിനേഴ്സിനെ ആണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്നാവും ചിലപ്പോൾ വിചാരിക്കുക. ഇത് നമുക്കറിയാവുന്ന കളർ സ്ട്രോക്കുകൾ വളരെ സിമ്പിളായിട്ട് ചെയ്ത് ഒരു റഫായിട്ടുള്ളൊരു പെയിൻറ്റിങ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് പെയിൻറ്റിങ്ങുകൾ നമ്മൾ പല കളറുകൾ ഉപയോഗിച്ച് നമ്മൾ പരിചയിച്ച വഴിയിൽ കൂടെ പോകാതെ തന്നെ പുതിയ പുതിയ കളറുകൾ, അതായത് പുതിയ കളറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്നും നമ്മൾ ഉപയോഗിക്കുന്ന കളറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്രൗണ്, അതുപോലെ തന്നെ ബേൺ, സീന, പിന്നെ യെല്ലോ ഒക്കർ, അങ്ങനെ പല കളറുകളൊക്കെ ചേർത്ത് കൊണ്ട് സാപ്പ് ഗ്രീന് ഇതൊക്കെ ചേർത്ത് നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യാണ്. ഇതിന് സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കത് നന്നായില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊരു പെയിൻറ്റ് ചെയ്യുക. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഒരു ലെവലിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പെയിൻറ്റിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊന്ന് സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും വളരെ സിമ്പിളായിട്ട് 1, 2, 3 പെയിൻറ്റിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുക. അതാണ് ഈ ഓയിൽ പെയിൻറ്റിങ് പോർട്രേറ്റിൻ്റെ ഒരു ലെവൽ, നമുക്ക് സ്വന്തമായിട്ടൊരു ലെവൽ നമുക്ക് കിട്ടാനായത് സഹായിക്കും. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഐഡിയകൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു പോർട്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് പെയിൻറ്റ്, വേസ്റ്റായിട്ട് വരുന്ന പെയിൻറ്റുകളൊക്കെ ഉപയോഗിച്ച് ഒരു സിമ്പിളായിട്ടൊരു ചിത്രം വരയ്ക്കുക. അത് നമ്മൾ ആരെയും ബോധിപ്പിക്കാനോ ആർക്കെങ്കിലും കാണിക്കാനോ ഉദ്ദേശിച്ചല്ല. അത്തരത്തിലുള്ള പെയിൻറ്റിങ്ങാണ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ലൈറ്റ് താഴെ നിന്നാണ് വരുന്നത്, അതായത് മുകൾ ഭാഗത്തു നിന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ എവിടെയൊക്കെ ലൈറ്റ് വരും, പിന്നെ എവിടെയൊക്കെയാണ് എത്രമാത്രം ഷെയ്ഡ് വരും. അപ്പോൾ ഈ ഫേസിൻ്റെ മെയിൻ ഭാഗത്ത്, അതായത് കണ്ണ്, മൂക്ക് എന്നുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല ഇരുട്ടായിരിക്കും, മറ്റ് സൈഡിലായിരിക്കും ലൈറ്റ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് കിട്ടുന്നതിന് വേണ്ടി ഒരു സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിങ് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള പെയിൻറ്റിങ്ങൾ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും സ്വയം നമുക്കൊരു വിലയിരുത്തൽ, നമുക്കൊരു ധൈര്യം കിട്ടാനും, അതായത് പെയിൻറ്റ് ചെയ്ത് പേടിച്ച് നിൽക്കാതെ നമുക്കൊരുപാട് പെയിൻറ്റിങ്ങൾ ഇതുപോലെ പോർട്രേറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാനിവിടെ ചുണ്ട് വളരെയധികം ഡാർക്കായിട്ടായിരിക്കുന്നത്, കാരണം അത് റെഡ് കളർ അല്ലെങ്കിൽ ഒരു മജന്ത കളറായിരിക്കും ആ ചുണ്ടിനുണ്ടാവുക. അത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള കളറുകളാണ്. അപ്പോൾ അത് ഷെയ്ഡിൽ കൂടി വരുമ്പോൾ വീണ്ടും അത് ഡാർക്ക് ഫീലാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഇതിനാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ റെഡ് ചുണ്ട് കാണുന്നുണ്ടെങ്കിൽ അത്രയും ലൈറ്റ് ആ ഭാഗത്തായിട്ട് നല്ലപോലെ വരണം. അപ്പോൾ മാത്രമല്ല, ആ ഒരു മജന്ത കളറിലാണ് ലിപ്സ്റ്റിക് ഇട്ടുന്നെങ്കിൽ അവിടെ ഷെയ്ഡും കൂടിയാകുമ്പോൾ വളരെ ഡാർക്കായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ്ങൾ ചെയ്ത് ഫ്രീ ആയിട്ടുള്ള, അതായത് നമ്മുടെ പെയിൻറ്റിൻ്റെ ബാലൻസ് വരുന്ന, നമ്മൾ പെയിൻറ്റ് ചെയ്തതിൻ്റെ ഓയിൽ പെയിൻറ്റ് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന പെയിൻറ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു പ്രചോദനമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡിനാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇതിന് ഞാൻ വളരെ ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.